Academy for Excellence. Now learn online. Okay friends, നമ്മൾ ഇന്ന് ഹിസ്റ്ററിയിൽ 4ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ബ്രിട്ടീഷ് അധിനിവേശം എങ്ങനെയാണ് നമ്മളെ നശിപ്പിച്ചത്, അതിനെതിരെ നമ്മൾ എങ്ങനെയാണ് ചെറുത്ത് നിന്നത് എന്നൊക്കെയുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പോർഷനായിട്ട് നമ്മൾ പറയുന്നത് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഭൂനികുതി വ്യവസ്ഥകൾ. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഭൂനികുതി എന്ന് പറയുന്നത് ടാക്സ് എല്ലാ ഗവൺമെന്റിന്റെയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പേജ് നമ്പർ 66 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്, ബ്രിട്ടീഷ് നയങ്ങളുടെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ലാൻഡ് റവന്യൂ സിസ്റ്റത്തിലാണ് ആദ്യത്തെ പ്രശ്നങ്ങൾ അല്ലെ. എന്താണ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ? 3 ടൈപ്പ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഒന്ന് പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, രണ്ടാമത്തേത് റൈറ്റ് വാരി സിസ്റ്റം, മൂന്നാമത്തേത് മഹൽവാരി സിസ്റ്റം. ഈ 3 സിസ്റ്റവും എവിടെ ആയിരുന്നു, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ദെൻ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം എവിടെയായിരുന്നു വെച്ചാൽ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ റീജിയൻസിലാണ്. ബംഗാളിൽ, ബീഹാറിൽ, ഒറീസയിൽ ആ പ്രദേശങ്ങളിലൊക്കെയാണ് അത് വന്നത്. ദെൻ അടുത്ത റൈറ്റ് വാരി സിസ്റ്റം വരുന്നത് സൗത്ത് ഇന്ത്യൻ റീജിയനിലാണ്, സൗത്ത് ഇന്ത്യ ആ ഏരിയയിലാണ്. ദെൻ മഹൽവാരി എന്ന് പറഞ്ഞാൽ, മഹൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിനെയാണ് മഹൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗ്രാമത്തിൽ മുഴുവനായിട്ട് ഉള്ള സംഭവങ്ങൾ, കൃഷി രീതികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് വന്നത്. അത് നോർത്ത് വെസ്റ്റ് റീജിയനിലാണ് അത് വന്നത്. ഓക്കെ, അപ്പൊ അത് ആദ്യം ഒന്ന് പഠിച്ചു വെക്കണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തേത് ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംവിധാനം. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ജമീന്ദാർ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്. ടാക്സ് പിരിച്ചത് അവരായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ അവകാശികൾ അവരായിരുന്നു. അതുപോലെ തന്നെ 60% ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നു കർഷകർക്ക്. അതുപോലെ തന്നെ പുവർ ഈൽഡ്, അതായത് മോശം കൃഷിയാണെങ്കിലും നല്ല കൃഷിയാണെങ്കിലും ഒക്കെ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നു. ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഇൻ ക്യാഷിലാണ്, പൈസ കൊണ്ട് തന്നെ അടയ്ക്കുന്ന ഒരു സിസ്റ്റം, പൈസയായിട്ട് തന്നെ അടയ്ക്കണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളൊരു കൃഷി രീതിയൊക്കെ ആകുമ്പോൾ ഒരു വിളവെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് കൃഷി കുറച്ച് മോശമായാൽ എടുക്കുന്ന വിളവെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ, ഫലങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ അത് മതിയാവും എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതും പറ്റില്ല, ക്യാഷായിട്ട് തന്നെ അത് വിറ്റിട്ട് ക്യാഷ് തന്നെ അടയ്ക്കണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു 4 കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിൽ ഏത് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്, രണ്ടാമത്തേത് ഏതൊക്കെ റീജിയനിലാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് നടന്നത്, മൂന്നാമത്തെ കോളം നമ്മൾ എന്ത് ചെയ്യണം, ഇതില് ഈ ഭൂമി ആരുടെ കയ്യിലാണ്, ലാൻഡ് ഓണർ ആരാണ്, നാലാമത്തേത് ആരാണ് ടാക്സ് പിരിച്ചിരുന്നത്, അഞ്ചാമത്തെ കോളം വേണമെങ്കിൽ ഒരു 5ാമത്തെ കോളം കൂടി ഉണ്ടാക്കിയിട്ട് 5ാമത്തെ കോളത്തിൽ എഴുതേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഈ പോർഷൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യത്തെ നമ്മൾ പറഞ്ഞു, ജമീന്ദാറാണ് പ്രധാനമായിട്ടും അവിടുത്തെ എല്ലാം ടാക്സ് പിരിച്ചിരുന്നവരാണ്. അതുപോലെ തന്നെ അയാളുടെ കയ്യിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് രണ്ടാമത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് റൈറ്റ് വാരി സിസ്റ്റമാണ്. റൈറ്റ് വാരി സിസ്റ്റത്തിനകത്ത് പറയുന്നു അത് ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി, നേരിട്ട് ടാക്സ് അടയ്ക്കുക, ഇടനിലക്കാരില്ലാതെ. ടാക്സ് ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ്, രാജാവാണെങ്കിൽ രാജാവ് നേരിട്ട് അടയ്ക്കുക, അല്ലാതെ എന്തില്ല, ഒരു ഇടനിലക്കാരനില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഡയറക്റ്റ് ടാക്സ് അടച്ചിരുന്നത് ഡയറക്റ്റ് ആണ്. അത് മാത്രമല്ല ഫാർമേഴ്സിന്റെ കയ്യിലായിരുന്നു. അപ്പൊ കുറച്ച് നല്ലൊരു സംവിധാനമാണ് അല്ലെ. ഫാർമേഴ്സിന്റെ കയ്യിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ടാക്സ് ഒക്കെ കൂടുതലാണെന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ട് ഇതിന്റെ പ്രശ്നങ്ങളാണ്. അടുത്ത 3ാമത്തെ സിസ്റ്റത്തിലേക്ക് വേണം മഹൽവാരി, വില്ലേജ്. അപ്പൊ വില്ലേജ് ഹെഡ്മാൻ ആണ് ടാക്സ് പിരിക്കുന്നത്. ഇപ്പൊ ടാക്സ് പിരിക്കുന്നതാണ് വില്ലേജ് ഹെഡ്മാൻ. ദെൻ ഓണർ ഓഫ് ലാൻഡ്, അതൊരു വില്ലേജിന്റെ മൊത്തത്തിലുള്ള ഒരു ചുമതലയിലായിരുന്നു ലാൻഡ് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഓക്കെ, എല്ലാത്തിലും ടാക്സ് ഒക്കെ കൂടുതലായിരുന്നു. സ്വാഭാവികമായും ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പോയിന്റിലും ഉൾപ്പെടുത്താവുന്ന
ഒരു പോയിന്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചെറിയ പോർഷൻ നിങ്ങളുടെ 68th പേജിലുണ്ട്. കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്തൊക്കെ ആണ് മാറ്റങ്ങൾ. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട്, കൂടുതൽ പോയിന്റുകളൊന്നുമില്ല, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്, all people cultivated cash crops instead of food crops. ഇതൊരു വലിയ പോയിന്റാണ്. ആ പോയിന്റ് വളരെയധികം നോട്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൾക്കാര് ആദ്യമൊക്കെ ഫുഡ് ക്രോപ്സ് ആണ്, അതായത് ഭക്ഷ്യ വിളകളാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്നും മാറിയിട്ട് എല്ലാവരും ക്യാഷ് ക്രോപ്സിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ നാണ്യവിളകൾ, ഭക്ഷ്യവിളകൾ എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ ഭക്ഷ്യവിളകളായിരുന്നു കൂടുതലും കൃഷി ചെയ്യുന്നത്. അതിൽ നിന്നും മാറിയിട്ട് നാണ്യവിളകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് ആലോചിച്ച് നോക്കൂ. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റൊന്നല്ല, നമ്മുടെ ഭക്ഷ്യവിളകൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള, അപ്പൊ നമ്മൾ ഒരു കൃഷിസ്ഥലത്ത് നമ്മൾ ഭക്ഷ്യവിളകൾക്കുള്ള പ്രത്യേകത നമുക്ക് ഇനിയിപ്പോ നിവൃത്തിയൊന്നുമില്ലെങ്കിലും ഭക്ഷണം കഴിക്കാനെങ്കിലും പറ്റും അല്ലെ, അതുകൊണ്ട്. പക്ഷെ നാണ്യവിളകൾക്ക് അത് പറ്റൂലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളും എല്ലാം ചേഞ്ച് വന്നു. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേജ് നമ്പർ 68 കൊടുത്തിട്ടുണ്ട് ക്രോപ്സ് റീജിയൻ. ഏതൊക്കെ റീജിയനിലാണ്, എന്തൊക്കെയാണ്. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം കൃഷി എവിടെയൊക്കെയായിരുന്നു? ബംഗാൾ, ബീഹാർ സൈഡുകളിലൊക്കെ നീലം കൃഷിയായിരുന്നു. കോട്ടൺ എവിടെയൊക്കെ കൃഷി? മഹാരാഷ്ട്ര, പഞ്ചാബ് ഈ സ്ഥലങ്ങളിലൊക്കെ കോട്ടൺ ആയിരുന്നു കൃഷി. ദെൻ ഷുഗർ കെയിൻ, കരിമ്പ് കൃഷി ഉത്തർപ്രദേശിലായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ദെൻ ടീ, ആസാമില്, കേരളയിലും ചായ, തേയില. ദെൻ ജൂട്ട് ചണം എവിടെ? ബംഗാളിലാണ്. വീറ്റ്, ഗോതമ്പ്, പഞ്ചാബ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആൻസർ ആക്കിയിട്ട് പോയിന്റ് ആക്കിയിട്ട് എഴുതുന്നിടത്താണ് കേട്ടോ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോർഷനിൽ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന പോർഷനിൽ ഇത്രയേ ഉള്ളൂ. ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അടുത്ത പോർഷനിലേക്ക് പോകാം. റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ലഹളകൾ അല്ലെങ്കിൽ കലാപങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ എന്തൊക്കെ കലാപങ്ങളാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ എന്ന് പറയുന്നത് നീലം. അപ്പൊ ആദ്യം നമുക്കറിയാം, പണ്ടൊക്കെ ഇപ്പൊ നമ്മളിട്ടിരിക്കുന്ന ഷർട്ട്, പാന്റ്, ഇതിനൊക്കെ നമ്മള് കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഡൈസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ, ആർട്ടിഫിഷ്യൽ കളറുകളാണ്. അപ്പൊ ആ കളറ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതിനു മുമ്പ് ഇൻഡിഗോ എന്ന് പറയുന്ന ചെടിയിൽ അതിൽ നിന്നാണ് ഈ കൃഷി ചെയ്തിട്ട് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്താണ് പ്രശ്നം, എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. ബ്രിട്ടീഷുകാര് ഇവിടെ വന്നു, അവിടുത്തെ ഫാക്ടറി ഉടമകളൊക്കെ ഇവിടുത്തെ സാധാരണ കൃഷിക്കാരെടുത്ത് വന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇൻഡിഗോ കൃഷി ചെയ്യാമോ? അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ കൃഷി ചെയ്യാം. അങ്ങനെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു. കൃഷി ചെയ്യാൻ അഡ്വാൻസ് ഒക്കെ കൊടുത്തു. ഇവര് കൃഷി ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് ഇൻഡിഗോ എന്ന് പറയുന്ന സാധനം ഔട്ടായിപ്പോയി. നീലം ഔട്ടായിപ്പോയി. പകരം ആർട്ടിഫിഷ്യൽ ഡൈസ് വന്നു, കൃത്രിമമായ കളറുകൾ വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വാഭാവികമായിട്ട് കൃഷിക്കാർക്ക് ഇൻഡിഗോ കൊണ്ട് ഒരു കാര്യം ഇല്ലാണ്ടായിപ്പോയി. പക്ഷേ ദേ ഹാവ് ടു പേ ടാക്സ്. അവർക്ക് പക്ഷെ ടാക്സ് അടയ്ക്കണം. അപ്പൊ എന്ത് സംഭവിച്ചു കാണും, ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്ക് കർഷകർ പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഈ ഫാക്ടറികൾ ആക്രമിക്കാൻ തുടങ്ങി, പ്രശ്നങ്ങളായ വിഷയങ്ങളായി. ഇതിനാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ പൈസ ഒന്നും കൊടുത്തില്ല. ചുരുക്കം പറഞ്ഞാൽ നല്ല സ്ഥലത്ത് ഈ ഭക്ഷ്യധാന്യമൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത്, നെല്ലും ഗോതമ്പൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലം മുഴുവൻ ഇൻഡിഗോ കൃഷി ചെയ്ത് ആകെ കുടുങ്ങിപ്പോയി നമ്മുടെ കർഷകർ. അപ്പൊ ഇതിനെയാണ് പറയുന്നത് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. അതിന്റെ വർഷം 1859 ആണ്. അപ്പൊ നിങ്ങൾ ഈ കലാപങ്ങളെല്ലാം ഇതുപോലെ ഒരു കോളത്തിലാക്കണം. കലാപത്തിന്റെ പേര് എഴുതുക. ഫസ്റ്റ് കോളത്തിൽ നെയിം ഓഫ് റയോട്ട്, കലാപത്തിന്റെ പേര്, ഇയർ, വർഷം കൊടുക്കുക. ദെൻ ലീഡേഴ്സ്, നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേരുകൾ അടുത്ത കോളത്തിൽ ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ് റിസൾട്ട്, അതുപോലെ പ്ലേസ്, സ്ഥലവും എഴുതുക. അപ്പൊ ഇങ്ങനെ ഒരു കോളങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് ഹിസ്റ്ററി വളരെ എളുപ്പമായിട്ട് രസകരമായിട്ടൊക്കെ അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ അതിലേക്ക് അടുത്ത റിവോൾട്ട് എന്ന് പറഞ്ഞാൽ പെസന്റ് റിവോൾട്ട്സ് ഇൻ കേരള.
കേരളത്തിലുള്ളതിൽ മലബാർ ലഹള 1921, നോട്ട് ചെയ്തോളൂ, 1921 മലബാർ ലഹള വരുന്നത്. മലബാർ ലഹള അഥവാ മാപ്പിള ലഹള. എന്താണ് മാപ്പിള ലഹള എന്ന് പറഞ്ഞാല്? അതായത് ഇവിടെ മലബാർ പ്രദേശത്തുണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് മാപ്പിള എന്ന് അവര് ബ്രിട്ടീഷുകാർ വിളിച്ചത്. സ്വാഭാവികമായിട്ടും കൃഷിക്കാരും അതുപോലെ തന്നെ കച്ചവടക്കാരും ഒക്കെ ആയിട്ടുള്ള ഈ മാപ്പിള വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ടാക്സ് കൂടുതൽ ഇവര് ആവശ്യപ്പെട്ടു ബ്രിട്ടീഷുകാർ. അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരില് പ്രശ്നങ്ങളായി ബ്രിട്ടീഷുകാര് അടിച്ചമർത്താൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികം അതിനെതിരെ ഉണ്ടായ ഒരു ലഹളയാണ് മാപ്പിള ലഹള അഥവാ മലബാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1921 വർഷം. പിന്നെ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ MSP എന്ന് പറഞ്ഞൊരു സംഭവം അതിനകത്ത് കൊടുത്തിട്ട് MSP മലബാർ സ്പെഷ്യൽ പോലീസ് ഇവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ വിങ് ആണ്. ഇപ്പോഴും MSP മലപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പർപ്പസുകളൊക്കെ മാറിയല്ലോ. സ്വാഭാവികമായിട്ടും അതിപ്പോ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടൊക്കെ മാറി സൂപ്പറായിട്ട് സ്കൂളൊക്കെ ആയിട്ട് മാറ്റിയിട്ട് സെറ്റപ്പ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രഗിൾസ് ഇൻ ജംഗിൾസ്, കാടുകളിലുള്ള പ്രശ്നം. എന്താണ് ഈ കാട്ടില് ബ്രിട്ടീഷുകാരുമായിട്ട് എന്താണ് പ്രശ്നം? സ്വാഭാവികമായിട്ടും വെസ്റ്റ് ബംഗാളിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ രാജ്മഹൽ കുന്നുകളിൽ സാന്താൾ വിഭാഗത്തിൽപ്പെട്ട അതാണ് സാന്താൾ റയോട്ട്, സാന്താൾ കലാപം. ഈ സാന്താൾ കലാപം എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്തുള്ള പ്രത്യേകത? വനവിഭവങ്ങൾ ശേഖരിച്ചിട്ടാണ് ഇവര് പൈസ ഉണ്ടാക്കിയിരുന്നത്. സാധാരണ കർഷകരൊക്കെ ജീവിച്ചിരുന്നു. അപ്പോ എന്താ ഈ വനവിഭവങ്ങൾ എന്ന് പറഞ്ഞാല് തേന് അല്ലെങ്കിൽ വനത്തിൽ നിന്നുള്ള വിറക്, അതുപോലെ കാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പശുക്കളെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് വിടുക, ഇതൊന്നും പറ്റൂല എന്ന് ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. ഇതെല്ലാം ബ്ലോക്ക് ചെയ്തത്. അതിനെതിരെ ഉണ്ടായൊരു സമരമാണ് ഈ സാന്താൾ കലാപം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത സിദ്ധു കാനു, ഇങ്ങനെ 2 പേരാണ്, സിദ്ധു കാനു. അതുപോലെ അതിന്റെ വർഷവും വേണമെങ്കിൽ നോട്ട് ചെയ്യാം, 1855 ആണ്. അത് നോട്ട് ചെയ്യാം. ഇതാണ് ആ സാന്താൾ കലാപം എന്ന് പറയുന്നത്. then അടുത്തത് കുറിച്യ റിവോൾട്ട്, കുറിച്യ കലാപം. അത് സ്വാഭാവിക വയനാട്ടിലാണ്, നമ്മുടെ അടുത്ത സ്ഥലമായിട്ടുള്ള വയനാട്ടിൽ. ഇതെല്ലാം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ നമ്മളെ അടിച്ചമർന്ന് സപ്രസ് ചെയ്യുന്നതിനെതിരെയൊക്കെയുള്ള സമരങ്ങളാണ്. കുറിച്യ കലാപം വയനാട്ടിലാണ്. അതിന് നേതൃത്വം കൊടുത്ത രാമൻ നമ്പി എന്ന് പറയുന്ന ആളാണ്. കുറിച്യർ കുറുമർ ഇങ്ങനെ 2 ടീമാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ദെൻ അതുപോലെ തന്നെ അതിന്റെ അവസാനത്തെ പോർഷനിൽ അതിനകത്ത് റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. റീസൺസ് ഒക്കെ സ്വാഭാവികമായിട്ടും എക്സസീവ് ടാക്സ്, അതുപോലെ കമ്പൽഷൻ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്, പൈസ കൊണ്ടടയ്ക്കണം, ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ പോരാ, പ്രൊഡക്റ്റ് കൊടുത്താൽ പോരാ, അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡ് സീസ് ചെയ്തുകൊണ്ട് പോവാ, പിടിച്ചെടുത്തുകൊണ്ട് പോവാ, ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളായിട്ട് പറയാം. ദെൻ അതുപോലെ തന്നെ ബഹാരിയ കലാപം, ബഹാരിയ റിബല്യൻ, കോൾ റിബല്യൻ, ഖാസി റിബല്യൻ, അതുപോലെ ഭീൽ റിബല്യൻ, മുണ്ട റിബല്യൻ, ഇതൊക്കെ കലാപങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതൊന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, ഈ കലാപങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്ന സാധനങ്ങളാണ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, അതായത് പരമ്പരാഗതമായ വ്യവസായങ്ങൾ മുഴുവൻ തകർന്നു പോയി നമ്മുടെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി. അപ്പൊ അതെന്തൊക്കെയായിരുന്നു, എന്താണ് അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് നശിച്ചു പോയത് എന്ന് നമുക്ക് നോക്കേണ്ടി വരും അല്ലെ. ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് നശിച്ചത്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിച്ചു പോയി, നമ്മുടെ തുണി വ്യവസായം പടയെ നശിച്ചു പോയി. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? അതുപോലെ തന്നെ പോട്രി മീൻസ് മൺപാത്ര വ്യവസായം, അത് വലിയൊരു വ്യവസായമായിരുന്നു, അത് മുഴുവൻ നശിച്ചു പോയി. ദെൻ ടാനിങ് എന്ന് പറഞ്ഞാല് തുകലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചെരുപ്പ് ഉണ്ടാക്കുക, ബാഗ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ സാധനങ്ങൾ, അത് നശിച്ചു പോയി. എന്താണ് അതിന് കാരണം? കാർപ്പൻട്രി എന്ന് പറഞ്ഞാല് മരം പ്രധാന ഒരു വ്യവസായമായിരുന്നു, അതും നശിച്ചു പോയി. ഇതിനൊക്കെ എന്തായിരിക്കും കാരണം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തുണി വ്യവസായത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് വാസ് എ മേജർ റീസൺ.
സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആൾക്കാര് ചെറിയ നെയ്ത്ത് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അവര് കൈത്തറിയൊക്കെ ഇങ്ങനെ നെയ്ത് കൈയും കൊണ്ടൊക്കെ നെയ്ത് വരുമ്പോൾ സ്വാഭാവികം ചിലപ്പോൾ 10 ദിവസം കൊണ്ടായിരിക്കും ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു സാരിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവര് എന്താണ് മെഷീൻ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ മെഷീൻ വന്നതോട് മെഷീനറി ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട നാശത്തിന് ഒരു കാരണമായിട്ട് പറയാം. രണ്ടാമത്തെ ഒരു കാരണമായി എക്സ്പാൻഷൻ ഓഫ് റെയിൽവേയുടെ എക്സ്പാൻഷൻ. റെയിൽവേ എല്ലാ ഭാഗത്തേക്കും വന്നു. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഈ പ്രൊഡക്റ്റുകളെല്ലാം റെയിൽവേയിലൂടെ വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു കാണും? നമ്മളിവിടെ 2-3 ദിവസം അല്ലെ 10 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന തുണിക്ക് ഒരു 10 രൂപ വാങ്ങുമ്പോൾ അതേ തുണി തന്നെ ചിലപ്പോൾ ബ്രിട്ടീഷുകാർ 1 രൂപയ്ക്ക് ചിലപ്പോൾ അതേ സാധനം തന്നെ വിൽക്കും. കാരണം അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് നാശമായിട്ട് വന്നു എന്നുള്ളതാണ്. മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ വിൽ ബി സോൾഡ് ഈസിലി. അതൊരു കാരണമാണ്. ബ്രിട്ടൻകാർ വിൽക്കുന്നത് ചീപ്പായിട്ട് ഈസിലി അവർ വിറ്റുപോയി. വളരെ ചീപ്പായിട്ട് വില കുറഞ്ഞ ഇതിൽ തന്നെ അവർ വിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാൻ കാരണമായി. ഇനി മറ്റൊരു കാരണമായിട്ട് ഹയർ ടാക്സ് ലെവീഡ്. ഹയർ ടാക്സ് കൊടുക്കണം. നമ്മൾ ഒരു സാധനം വിൽക്കുമ്പോൾ ഹയർ ടാക്സ്, അവർ വിൽക്കുമ്പോൾ ടാക്സ് കുറവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഒരു കാരണമായിട്ടാണ്. മാത്രമല്ല ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഫോഴ്സ്ഡ് ദ വീവേഴ്സ് ടു വർക്ക് അറ്റ് മേജർ വേജസ് ആൻഡ് ടു എക്സ്ചേഞ്ച് ദ പ്രൊഡക്ട്സ് ടു ദം അറ്റ് ചീപ്പർ റേറ്റ്. അതായത് കുറഞ്ഞ വേതനത്തിൽ പണിയെടുക്കാൻ നിർബന്ധിച്ചു. സ്വാഭാവിക ആൾക്കാർ എന്ത് ചെയ്യില്ല, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിച്ച് പോകും. അതിനകത്തൊന്നും തിരിച്ചു പോരും. അവർക്ക് തുന്നലുകാർക്ക് തീരെ വേതനം കൊടുത്തില്ല. അപ്പൊ ഇതും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിക്കാനുള്ള കാരണമായിട്ട്. അപ്പൊ ആ പേജ് നമ്പർ 74 ഉള്ള ആ പോർഷൻ, ആ ആരോ മാർക്ക് വെച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് 4 കാരണങ്ങൾ എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് നോക്കിയിട്ട് ഫിൽ ചെയ്യണം. ഓക്കെ. ദെൻ മറ്റ് ഒരു ഇൻഡസ്ട്രി പറഞ്ഞ് പോട്ടറി എന്ന് പറഞ്ഞാൽ മൺപാത്രം നശിച്ചു പോകാൻ കാരണം എന്താണ്? നമ്മുടെ അലൂമിനിയം വെസൽസ് വന്നു കൂടുതലായിട്ട്. അലൂമിനിയം വെസൽസ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പൊട്ടാത്തതൊക്കെ അലൂമിനിയം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അലൂമിനിയത്തിലേക്ക് തിരിഞ്ഞു. മൺപാത്രം നശിച്ചു പോയി അല്ലെ, മൺപാത്ര വ്യവസായം നശിച്ചു. ദെൻ ടാനിങ്, തുകലിൽ എന്താ സംഭവിച്ചത്? എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ടു യൂറോപ്പ്. ഇവിടെയുള്ള റോ മെറ്റീരിയൽസ് മുഴുവൻ യൂറോപ്പിലേക്ക് കയറ്റി. അപ്പൊ തുകല് മുഴുവനായിട്ട് എങ്ങോട്ട് കയറ്റിയിരിക്കുകയാണ്? യൂറോപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ള തുകലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇൻഡസ്ട്രിയും ആ വ്യവസായം പ്രശ്നത്തിലായി. അതുപോലെ കാർപ്പൻട്രി കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ മരവ്യവസായം അല്ലെ. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് വുഡ്, മരത്തിന് പകരം മെറ്റൽസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യവസായം തകർന്നു പോയി. അതുപോലെ മെഷീൻസ് വന്നു. ഇതുകൊണ്ടൊക്കെയാണ് ആ വ്യവസായം തകർന്നത്. അപ്പോൾ ഏതൊക്കെ വ്യവസായങ്ങളാണ് തകർന്നത്, എന്താണ് അതിന് കാരണം, ഇതെല്ലാം പഠിച്ചു വരണം. പ്രധാനമായിട്ടും 4 വ്യവസായങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തെ വ്യവസായം ഏതായിരുന്നു? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുണി വ്യവസായം. അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് നമുക്ക് പോട്ടറി ആണ്, അതായത് മൺപാത്ര വ്യവസായം. സ്വാഭാവികമായിട്ടും അത് തകരാനുള്ള കാരണങ്ങൾ നമ്മൾ അലുമിനിയം പാത്രം എന്നുള്ളത് പറഞ്ഞു. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ടാനിങ്, തുകൽപ്പണി തകരാനുണ്ടായ കാരണം ഇവിടുത്തെ മെറ്റീരിയൽസ് മുഴുവൻ അങ്ങോട്ട് കയറ്റിപ്പോയി. നാലാമത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാർപ്പൻട്രി, മരപ്പണി, മെഷീൻസും ഇതൊക്കെ വന്നതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായി.